Welcome to Garam Masala, the magic spices of cooking. മലബാർ മട്ടൺ സ്റ്റൂ. ഇന്ന് നമുക്ക് മട്ടൺ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മലബാർ വേർഷൻ ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് മട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് ഗരം മസാല, 1 ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ റെഗുലർ പാൻ ഉപയോഗിച്ചാണ് വേവിച്ചെടുക്കുന്നത്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താലും മതി. പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ 2-3 വിസിൽ വരണം. ഇപ്പോൾ നമ്മുടെ മട്ടൺ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് 4 ഏലക്ക, 4 മുതൽ 5 എണ്ണം വരെ ഗ്രാമ്പു, 1/2 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ബേ ലീവ്സ് ഇവ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ സ്ലൈസ് ചെയ്ത് വെച്ചത്, 2-3 പച്ചമുളക് സ്ലൈസ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള സോഫ്റ്റ് ആയി വരണം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ് ആണിത്. ഇനി നമുക്ക് 1/4 കപ്പ് ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാരറ്റും ബീൻസും ചെറുതായി വെന്ത് വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കണം. ഇതിനെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലാണിത്. ഇതിനെ നമുക്ക് വെജിറ്റബിൾസുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ തേങ്ങാപ്പാൽ വറ്റി വരുന്നുണ്ട്. വെജിറ്റബിൾസ് ഓവർ കുക്ക് ആകരുത്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പൊട്ടാറ്റോ ആണിത്. അടുത്തതായി നമുക്ക് 1/4 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടന്റെ ഗ്രേവിയോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ സ്റ്റൂവിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണിത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാലാണിത്. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. മട്ടണിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. മട്ടൺ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. അടുത്തതായി നമുക്ക് ടെമ്പറിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, 10 കാഷ്യൂ നട്ട്സ്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളി ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ മട്ടൺ സ്റ്റൂവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ടെമ്പറിങ്ങിനെ നമുക്ക് സ്റ്റൂവുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ സ്റ്റൈൽ മട്ടൺ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ മലബാർ പത്തിരി, ഇടിയപ്പം, അപ്പം, റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.